ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. അതിനു മുമ്പ് മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥകളെ പറ്റി ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ സാവിത്രിയെ പറ്റി അലീന ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്. അവർ പാവത്തങ്ങളാണെന്നും കഷ്ടപ്പാട് വരുമ്പോൾ ഇവിടെ മിച്ചം വരുന്നതും വേസ്റ്റ് ആവുന്നതെല്ലാം അവർക്ക് കൊടുത്തയക്കാറുണ്ടെന്നും ആൻ്റപ്പൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ഈ അരിയും പഞ്ചസാരയൊക്കെ എങ്ങനെയാ വേസ്റ്റ് ആവുന്നതെന്ന് അലീന ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഇതേപ്പറ്റിയെല്ലാം കേണൽ സാബിന് അറിയാവോന്നും കൂടി ചോദിക്കുന്നുണ്ട് അലീന. അത്തരം കാര്യങ്ങളൊന്നും കേണൽ സാബിനോട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറില്ലെന്ന് ആൻ്റപ്പൻ പറയുന്നുണ്ട്. ശേഷം ആൻ്റപ്പനോടും പൗലോസിനോടും വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അലീന പോകുന്നുണ്ട്. അലീന വീടൊക്കെ ചുറ്റി നടന്ന് കാണുകയായിരുന്നു. അതിനിടയിൽ ബൈജു വന്ന് അലീനോട് എന്താ തിരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. താൻ വെറുതെ വീടൊക്കെ ചുറ്റി കാണുകയായിരുന്നു എന്ന് അലീന പറയുന്നുണ്ട്. ബൈജുവിനാണെങ്കിൽ അലീനയെ പറ്റി എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അതുകൊണ്ട് അലീന മുമ്പ് താമസിച്ച എവിടെയായിരുന്നെന്നും പാലായിലുള്ളവർ ആരൊക്കെയാണെന്നൊക്കെ ബൈജു ചോദിച്ചറിയുന്നുണ്ട്. അലീന അതിനെല്ലാം വ്യക്തമായി മറുപടിയും കൊടുക്കുന്നുണ്ട്. ബൈജുവിനപ്പോഴും അലീന കേണൽ സാബിന്റെ മോള് തന്നെയാണോന്ന് നല്ല സംശയമുണ്ട്. അത് അലീനയ്ക്ക് മനസ്സിലായി. അലീന കൂടുതലൊന്നും സംസാരിക്കാതെ അവിടുന്ന് പോകുന്നുണ്ട്. ശേഷം ബൈജു വന്ന് പൗലോസിനോട് തന്റെ സംശയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവൾ കേണൽ സാബിന്റെ മോളൊന്നല്ലെന്നും പാലായിലെ ഏതോ ഒരു വീട്ടിൽ ജോലിക്കാരിയായി നിന്നവളാണെന്നും അയാൾ പറയുന്നുണ്ട്. മാത്രമല്ല മോളാണെന്ന് പറയുമ്പോൾ നാട്ടുകാരുടെ നമ്മുടെയും കണ്ണിലെ പൊടിയിടാലോ. ഈ കള്ളക്കളി എന്തായാലും പൊളിക്കണമെന്ന് ബൈജു പൗലോസിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാലിയുടെ ഭാര്യ വീട്ടുകാരെയും ഔദക്കുട്ടിച്ചായനും ഈ വിവരം അറിയിക്കാനായി ബൈജു തീരുമാനിക്കുന്നുണ്ട്. അതിന്റെ ആദ്യപടിയെന്നോണം ബൈജു ഔദക്കുട്ടിച്ചായനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഔദക്കുട്ടിച്ചായന് ഇതെല്ലാം അറിഞ്ഞപ്പോൾ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കടപ്പാട്ടൊരു വീടാണ് കേട്ടോ. ബബിതയും കൃഷ്ണമോളും സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ അവിടേക്ക് വരുന്നുണ്ട്. ബാലേന്ദ്രനെ കണ്ടതും ബബിതയും കൃഷ്ണമോളും അലീനയെക്കുറിച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവസാനം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾക്ക് നല്ല വിഷമമുണ്ട്. അവളെ വിട്ടു വന്നപ്പോൾ എനിക്കും നല്ല വിഷമമുണ്ട്. പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടാ ഈ വിഷമം. കുറച്ചു കഴിഞ്ഞ് അവിടുത്തെ ആൾക്കാരുമായി ഇണങ്ങി ചേരുമ്പോൾ അവൾ പിന്നെ ഇവിടെയുള്ളവരൊക്കെ മറക്കും. ഇത് കേട്ടപ്പോൾ ബബിത പറയുന്നുണ്ട്, അലീന ചേച്ചി ഒരിക്കലും ഇവിടെയുള്ളവരെ മറക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ബാലേന്ദ്രനെ കണ്ടയുടൻ ചോദ്യങ്ങളുമായി വൈജയന്തി വന്നു. എവിടെയായിരുന്നു, എന്താ എത്ര ലേറ്റായത് എന്ന് തുടങ്ങി ചോദ്യങ്ങളുടെ ഒരു നിര തന്നെയുണ്ടായിരുന്നു. എനിക്ക് പറയാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നിരുന്നാലും വൈജയന്തി ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മയുടെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടോ? ഇതുപോലെ ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് അമ്മ 2 തവണ എല്ലാം ഇട്ടെറിഞ്ഞു പോയതല്ലേ? ഒരു തവണ ആക്സിഡന്റ് ആയി കിടന്നു, 2 മാസത്തോളം അനങ്ങാതെ കിടക്കേണ്ടി വന്നു. പിന്നെയും പോയി രണ്ടാമത്. എന്നിട്ടിപ്പോൾ ചോദ്യങ്ങളായി വന്നിരിക്കുക. അമ്മയുടെ ശബ്ദത്തിന് ഇവിടെ പണ്ടത്തെ പോലെ വിലയൊന്നുമില്ല. ഇനി ഉള്ള വില കൂടി കളയരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ അകത്തേക്ക് കയറിപ്പോയി. ബാലേന്ദ്രനാണെങ്കിൽ മുകളിലേക്കും കയറിപ്പോയി. അപ്പം ബബിത വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, വല്ല കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടീനെയാണ് കേട്ടോ. അലീന രേവതിക്കുട്ടിയെ ഫോൺ വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയാണെങ്കിൽ അലീന യാത്ര പറയാതെ പോയതിലുള്ള പിണക്കത്തിലാ. അങ്ങനെ അലീന താൻ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണെന്ന് പറയുന്നുണ്ട്. കൂടാതെ ആ സ്റ്റാൻലി ജോസഫ് തന്റെ പപ്പയാണെന്നും കൂടി പറയുന്നുണ്ട്. ഇത് കേട്ട് ആ